അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖ ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദിക തഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസം സന്തോഷിക്കുകയും ആ സന്തോഷം അത് അള്ളാഹുവിന് വേണ്ടി അത് വിനിയോഗിക്കുകയും അള്ളാഹു അനുവദിച്ച കാര്യങ്ങളൊക്കെ ആ ദിവസത്തിൽ ചെയ്യുകയും ചെയ്യുമ്പോൾ നാം നല്ലവരാകാണോ കുറ്റക്കാരാകാണോ ചെയ്യുക? നല്ലവരാകാണ്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചത് തന്നെ അനുഗ്രഹമായിട്ടാണ്. നോക്കി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാര്യത്തിൽ നബി തങ്ങളെക്കുറിച്ച് അള്ളാഹു എന്താ പറയുന്നത്? അള്ളാഹു പറയുന്നത് യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ വബശ്ശിരിൽ മുഅ്മിനീന ബിഅന്ന ലഹും മിനല്ലാഹി ഫളൻ കബീറാ. ഇത് ഖുർആനിൻ്റെ ഒരു വചനം. സൂറത്തു അഹ്സാബിൻ്റെ ഒരു ആയത്തുകളാണ് നമ്മൾ കേട്ടത്. എന്താണ് അള്ളാഹു അവിടെ പറഞ്ഞത്? യാ അയ്യുഹൻ നബിയ്യു, ഓ നബിയായിട്ടുള്ളവരെ. വളരെ സ്നേഹത്തോടെ റസൂലുള്ളാഹി തങ്ങളെ അള്ളാഹു വിളിക്കുകയാണ്. ഇന്നാ അർസൽനാക, തീർച്ചയായും നാം താങ്കളെ നീ അയച്ചിട്ടുള്ളത് ഷാഹിദൻ. ഒരു റസൂലുള്ളാഹിൻ്റെ ഒരു പ്രത്യേകത ഷാഹിദാണ്. 2 മുബശ്ശിറാണ്, 3 നസീറാണ്. വദാഇയൻ ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനാണ്. പിന്നെ വസിറാജൻ മുനീറാ, ഷാഹിദാണ്. സന്തോഷകാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക്, എല്ലാ കാര്യങ്ങളും അവർക്കൊക്കെ അവരുടെ ഇടയിൽ നിന്ന് ആണല്ലോ നബിതങ്ങൾ പ്രവർത്തിക്കുന്നത്. മനുഷ്യർക്കിടയിലല്ലേ നബിതങ്ങൾ പ്രവർത്തിക്കുന്നത്. ഓരോ കാര്യങ്ങളും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അതൊക്കെ ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന രൂപത്തിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ. അതിലൂടെയാണ് റസൂലുള്ളാഹി തങ്ങളെ ജനങ്ങൾ അടുത്തറിഞ്ഞത്, ഇസ്ലാമിലേക്ക് ആളുകൾ കൂടിയത്. അപ്പോൾ നോക്കി, അള്ളാഹു ഒരു വിശേഷണം കൊടുക്കുകയാണ്. സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ മുബശ്ശിർ, നദീർ മുന്നറിയിപ്പുകാരൻ, പിന്നെ സിറാജ മുനീറ, നല്ല കത്തിജ്വലിക്കുന്ന പ്രകാശം, വിളക്കായിട്ട്. സിറാജ് വിളക്ക്, മുനീറ. സിറാജ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രകാശമുള്ളതല്ലേ നമുക്ക് വെളിച്ചാക്കാൻ പറ്റും. മുനീറെന്ന് കൂട്ടുമ്പോഴോ ഒന്നും കൂടെ അതിൻ്റെ ആ ഒരു പവറാണ് വർദ്ധിക്കുന്നത്. ഇങ്ങനെയാണ് അള്ളാഹു തആല റസൂലുള്ളാഹിനെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ റസൂലുള്ളാഹ് ജനങ്ങൾക്ക് കാരുണ്യമാണ്. അള്ളാഹു സൂറത്ത് യൂനുസിൻ്റെ 58-ാമത്തെ ആയത്തൊരു ആയത്ത് പറയുന്നുണ്ട്, കുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അള്ളാഹുവിൻ്റെ ഔദാര്യം നബിയെ അങ്ങ് പറയാം, അങ്ങ് ജനങ്ങളോട് പറയാം. ബിഫളില്ല, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട്, വബിറഹ്മതി, അള്ളാഹിൻ്റെ കാരുണ്യം കൊണ്ട്. അതുകൊണ്ട് ഫബിദാലിക ഫല്യഫ്റഹു, നിങ്ങൾ സന്തോഷിച്ചോളി. ഇവിടെ റഹ്മത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ഒരുപാട് തഫ്സീറുകളിൽ ഇത് സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ. റസൂലുള്ള കാരുണ്യമാണ്. ഈ ആയത്തിനെ നമുക്ക് ആയത്ത് കൊണ്ടൊന്ന് വിശദീകരിച്ചാലോ?
സൂറത്തുൽ അംബിയായിൻ്റെ 107 ആയത്തൊന്ന് പരിശോധിച്ചാൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, നബി അങ്ങ് കാരുണ്യവാനായിട്ടാണ് അങ്ങേ അള്ളാഹു അയച്ചിട്ടുള്ളത്. ഇവിടെ റസൂലുള്ളാഹിൻ്റെ ആ കാരുണ്യം, അപ്പോൾ റസൂലുള്ളാഹിൻ്റെ കാര്യത്തിൽ സന്തോഷിക്കണം എന്നല്ലേ ഇവിടെ പറഞ്ഞത്? റസൂലുള്ളാഹിൻ്റെ കാര്യത്തിൽ സന്തോഷിക്കാത്തവർ മുഅ്മിനീങ്ങളാകുമോ? മാത്രമല്ല, നബി തങ്ങൾ ജനിച്ച തിങ്കളാഴ്ച നമുക്കൊക്കെ ഓർക്കാൻ വേണ്ടി അന്ത്യനാൾ വരെ ആ ദിവസത്തിൽ അള്ളാഹു നോമ്പെടുക്കൽ സുന്നത്താക്കി. നിർബന്ധമല്ല, സുന്നത്താക്കി. എന്താണ് അന്നത്തെ ദിവസം നോമ്പെടുക്കുന്നതിൻ്റെ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാക യൗമുൻ ഉലിത്ത ഫീഹി, ഞാൻ ആ ദിവസമാണ് ജനിച്ചത്, ആ ദിവസമാണ് ഞാൻ നബിയായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ജന്മദിനം ലോകത്ത് മറയാതെ ആരും ഒരിക്കലും മറക്കാതെ നിലനിൽക്കാൻ അല്ലാഹു തആല ആ ദിവസത്തിന് കൊടുത്തിട്ടുള്ള ഒരു കാര്യം ആ ദിവസത്തിൽ നോമ്പെടുക്കണം എന്നുള്ളതാണ്. നോമ്പെടുക്കേണ്ടവർക്ക് എടുക്കാം, നിർബന്ധമാക്കിയിട്ടില്ല. അതൊരു കാര്യമാണല്ലോ. നിർബന്ധമാക്കാത്തതും കാരുണ്യമാണ്. സുന്നത്താക്കി നമ്മൾ. റസൂലുള്ളാഹിൻ്റെ ജന്മദിനത്തിൽ സന്തോഷിച്ച അബൂലഹബിന് പോലും നരകത്തിൽ തിങ്കളാഴ്ച ദിവസം ഒരു ആശ്വാസം കിട്ടുമെന്ന് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. എന്താ കാരണം? അബൂലഹബിൻ്റെ അടിമ സ്ത്രീയായിരുന്നു സുവൈബത്തുൽ അസ്ലമിയ. ആ റസൂലുള്ളാഹ് ജനിച്ച വിവരം ആ പെണ്ണ് വന്ന് യജമാനനോട് പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് അബൂലഹബ് ആ പെണ്ണിനെ മോചിപ്പിച്ചു. എനിക്ക് റസൂലുള്ളാഹ് ജനിച്ചപ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അത് സന്തോഷിച്ച അബൂലഹബിന് പോലും. ഏതാ അബൂലഹബ്? ഖുർആൻ എന്താ അബൂലഹബിനെ പറ്റി പറഞ്ഞത്? സയസുലാനാറൻ ദാത്ത ലഹബ്, നരകത്തിൽ കത്തിയെരിയേണ്ട ആളാണ്. പക്ഷേ അബൂലഹബിനൊരു ചെറിയൊരു ആശ്വാസം വന്ന് കൊടുക്കും. ഈ സുഹൈബത്തുൽ അസ്ലമിയ റസൂലുള്ളാഹിൻ്റെ പോറ്റുമ്മയായി മാറിയിരുന്നു. അബൂലഹബിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ ഒരു സ്വപ്നം കാണുകയാണ് അബൂലഹബിനെ. അബൂലഹബിനോട് ചോദിക്കുന്നുണ്ട്, മാ ലഖീത, നിങ്ങൾക്ക് എന്താ പറ്റിയത്, എങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങളെ കാര്യങ്ങൾ? അപ്പോൾ അബൂലഹബ് പറയുന്നുണ്ട്, ലം അൽഖി ബഅദകും ഗൈറ അന്നി സഖീതു ഫി ഹാദിഹി ബിഇതാഖതി സുവൈബത, ഞാൻ സുവൈബയെ മോചിപ്പിച്ചത് കൊണ്ട് ഈ ഒരു ദിവസം എനിക്ക് ചെറിയൊരു ആശ്വാസം കിട്ടും. ഇത് ഫത്ഹുൽ ബാരി ഉൾപ്പെടെ സ്വഹീഹുൽ ബുഖാരി ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസത്തിൽ സന്തോഷിച്ച അബൂലഹബിന് പോലും നരകത്തിൽ നിന്ന് ചെറിയൊരു ആശ്വാസം കിട്ടുമെങ്കിൽ മുഅ്മിനീങ്ങളായ നമുക്ക് എത്രത്തോളം കൂലി കിട്ടും? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്? വദിത്തു ലൗ കാന ലി മിസ്ല ജബലി ഉഹ്ദ് ദഹബ, എനിക്ക് ഉഹ്ദ് മലയോളം സ്വർണം കിട്ടുകയാണെങ്കിൽ അത് മുഴുവനും ഫഅംഫഖ്തുഹു അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക പ്രകീർത്തനത്തിന് വേണ്ടി ഞാൻ അത് മുഴുവനും ചെലവഴിക്കുമെന്ന് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു ആരാ? സ്വഹാബികളെ കാണുകയും സ്വഹാബികളുമായി സഹവസിക്കുകയും ഉമ്മാത്തുൽ മുഅ്മിനീങ്ങളുമായിട്ടൊക്കെ വലിയ ബന്ധങ്ങളുള്ള വലിയൊരു മഹാനാണ് ഹസൻ ബസരി. അവർ പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്? അതുകൊണ്ട് സ്നേഹിക്കുക, അതിൽ പങ്കെടുക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.